എല്ലാവർക്കും നമസ്കാരം. ചെമ്പനി പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. രേവതിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി സച്ചിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആന്റണി ശ്രുതിയുടെ അടുത്ത് താക്കോൽ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. എന്നാൽ ശ്രുതിയാണെങ്കിൽ വീട്ടിലില്ലല്ലോ, അതുകൊണ്ട് തന്നെ തനിക്ക് അത് എടുത്തു തരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് പറയുവാണ്. എന്നാൽ ശ്രുതിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നവീൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇനിയും നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പണം ചോദിച്ചിട്ട്. അതുകൊണ്ട് ഈ ഉപകാരം ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ പണ്ടത്തെ പോലെ തന്നെ ഒതുക്കിക്കൊള്ളാം എന്നുള്ള കാര്യം പറയുവാണ്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത ശ്രുതിയാണെങ്കിൽ എങ്ങനെ ആ താക്കോൽ എടുക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാമയെ കരയാക്കിക്കൊണ്ട് താക്കോൽ എടുക്കുക എന്നുള്ളൊരു നിഗമനത്തിൽ എത്തുന്നത് കേട്ടോ. അതിനുവേണ്ടി ബാമയെ ചെന്ന് കാണുകയും പഴയതുപോലെ തന്നെ ഒരുപാട് നമ്പർ ആർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാമയാണെങ്കിൽ അതിന് സമ്മതം മൂളുമാണ് ചെയ്യുന്നത്. സച്ചിന് വണ്ടിക്കകത്താണ് ശ്രുതിയുടെ ബാഗ്. അന്ന് കള്ളം പൊളിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും അതൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അതിനകത്ത് സ്വർണവും ഇതൊക്കെ ഉണ്ട്. അത് എടുക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ കീ ഒന്ന് ആന്റി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എടുത്തു തരണോ എന്നാണ് ശ്രുതിയുടെ ആവശ്യം. അത് മാത്രമല്ല, ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബാമയുടെ വീട്ടില് ഫാനിനകത്ത് തൂങ്ങി മരിക്കുമെന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ഓൾറെഡി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ബാമയ്ക്ക് അത് ചെയ്തു കൊടുക്കാൻ ഇതിരിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാവാണ്. ഇനി അവളെങ്ങാനും ആ കടുങ്കൈ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാമ മൊത്തത്തിൽ കുരുങ്ങല്ലോ. അതുകൊണ്ട് തന്നെ സമ്മതിക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട്. സച്ചിയുടെ കീ എടുക്കാൻ വേണ്ടി ബാമ ചന്ദ്രയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് സച്ചിയെ കണ്ടിട്ടേ താൻ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. സച്ചിയെ കാണുന്നത് തനിക്കൊരു ആശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പുകഴ്ത്തുവാണ്. അതിനെക്കുറിച്ച് പറയുന്നൊന്നും ചന്ദ്രയ്ക്ക് അത്രയും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. തുടർന്ന് സച്ചി വന്നതിന് ശേഷം സച്ചിയേട്ടനെ കാണുന്നത് ബാമാന്റിക്ക് ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് സച്ചിയേട്ടൻ വന്നിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബാമ പറഞ്ഞതിനെ കുറിച്ച് നമ്മുടെ രേവതിയെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പതിവില്ലാതെ നമ്മൾ ഒരാൾ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അവരെ വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല എന്നൊക്കെ പറയാണ്. സച്ചി പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. ബാമയുടെ നിവർത്തിക്കേട് കൊണ്ടാണ് ബാമ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ബാമേ, നിനക്ക് അവന്റെ വായിലിരിക്കുന്നത് കേട്ടപ്പോ ഇപ്പൊ സമാധാനമായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ഇങ്ങനെ അവിടുന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചി ഫ്രഷപ്പ് ആവാൻ വേണ്ടി മുറിയിലേക്കും രേവതിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് രേവതിയാണെങ്കിൽ കിച്ചണിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ഇത് നല്ലൊരു തക്ക സമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് കീ എടുക്കുന്ന സമയത്താണ് ബാമയെന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്ര അരികിലേക്ക് വരുന്നത്. കീ ആണെങ്കിൽ ബാമ ഓൾറെഡി കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ചന്ദ്ര കാണാതെ അത് കയ്യിൽ പിടിക്കുകയും എന്നിട്ട് ചന്ദ്രയെ നൈസായിട്ട് അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തോ സാധനം എടുത്തു തരാൻ വേണ്ടി പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം ബാമ ആ കീ കൊണ്ടുപോയിട്ട് പുറത്ത് നിൽക്കുന്ന ആന്റണിയും അതുപോലെ ശ്രുതിയും മീരയും ഒക്കെ ഉണ്ട് കേട്ടോ, അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആന്റണി അവിടെ നിൽക്കുന്നത് നമ്മുടെ ബാമ കണ്ടിട്ടില്ല. ശ്രുതിയെയും മീരയും മാത്രമാണ് കണ്ടത്. അങ്ങനെ ആരും അറിയാതെ തന്നെ ആന്റണി നമ്മുടെ സച്ചിയുടെ ബ്രേക്ക് ഓയിലിന്റെ വയറ് കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. എന്നതിന് ശേഷം ആരും അറിയാതെ തന്നെ ആ ബാമയുടെ കയ്യിലേക്ക് കീയും കൊടുക്കുന്നുണ്ട്. അവരുടെ കൈകളിലേക്ക് കീ കൊടുത്ത് തിരികെ ബാമയുടെ കയ്യിൽ ആ കീ കിട്ടുന്നവരെ ബാമയാണെങ്കിൽ തീ തിന്നുന്നത് പോലെയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ശ്രുതിയുടെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം ബാമയ്ക്ക് അറിയില്ലല്ലോ. പതിവ് പോലെ തന്നെ ബാമയെ ശ്രുതി പറ്റിക്കാണ് ചെയ്യുന്നത്. ശ്രുതി എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം തനിക്ക് ഭാര്യയായിട്ടോ വരിക എന്നുള്ള കാര്യം ബാമയ്ക്ക് അറിയാം. പക്ഷേ ശ്രുതിയുടെ പ്രവൃത്തിയിൽ പേടിയുള്ളത് കൊണ്ടാണ് നമ്മുടെ ബാമ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതും സച്ചിക്ക് ഒരു അപകടം വരുന്ന കാര്യങ്ങളൊന്നും ബാമ ഒരിക്കലും ചെയ്യത്തില്ല. ശ്രുതിയാണെങ്കിൽ അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തന്റെ ബാഗ് സച്ചിയുടെ കാറിനകത്താണ് ഇരിപ്പുള്ളത്, അത് എടുക്കാൻ മറന്നുപോയി അന്നത്തതില്. അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് ബാമയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം ബാമയ്ക്ക് അറിയാമെങ്കിലും ശ്രുതിക്ക് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. അത് കഴിഞ്ഞ് കീയൊക്കെ തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ ഏൽപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ബാമയ്ക്ക് ഒരു ആശ്വാസമാവുന്നത് കേട്ടോ. അങ്ങനെ ബാമ പോവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ബാമയുടെ അടുത്ത് ഒരു ദിവസം അവിടെ തങ്ങാനൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാമയ്ക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല. ഇല്ല, കുഴപ്പമില്ല, ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ബാമ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ബാമയുടെ ആ വരവും ബാമയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് സച്ചിക്കും രേവതിക്കും എന്തൊക്കെയോ ഒരു സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ബാമാന്റിയുടെ ആ ഒരു പ്രവൃത്തിയിൽ എന്തൊക്കെയോ സംശയം ഉണ്ടെന്നുള്ള കാര്യം സച്ചി രേവതിയുടെ അടുത്ത് പറയുമ്പോൾ രേവതി പറയുന്നത് അത് സച്ചേട്ടന് തോന്നുന്നതായിരിക്കും. ചിലപ്പോൾ ബാമാന്റിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവും. മകനാണെന്നുണ്ടെങ്കിൽ സ്വന്തം അരികിലില്ലല്ലോ. മകന്റെ ഓർമ്മകൾ വന്നപ്പോൾ ചിലപ്പോൾ സച്ചേട്ടന് കാണണം എന്ന് തോന്നിയിട്ട് വന്നതായിരിക്കും. ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുകയല്ലേ, എത്രയായാലും അമ്മയുടെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ രേവതി ഇങ്ങനെ സച്ചിയുടെ അടുത്ത് പറയാണ്.
ഒരുപക്ഷെ അതിന് സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ അവരും അതങ്ങ് വിട്ടുകളയാനോട് ചെയ്യുന്നത്. എന്നാൽ പുറത്ത് നിൽക്കുന്ന ശ്രുതിയും അതുപോലെ മീരയും കണ്ടല്ലോ സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്കിന്റെ വയർ കട്ട് ചെയ്യുന്നത്. അതിലൂടെ സച്ചിക്ക് ആക്സിഡന്റ് സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതില് ശ്രുതി ഭയങ്കര സന്തോഷവതിയാണ്. എന്നാൽ മീരയാണെങ്കിൽ ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ലടി എന്ന് പറയാണേ. പിന്നെ എന്താടി അവൻ ചെയ്തത് എന്നോട്? എന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ നോക്കിയത്. അങ്ങനത്തെ അവന് ഇതല്ലാണ്ട് പിന്നെ എന്താണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്? ഇതിൽ ഒരു തെറ്റുമില്ല. അവരില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ കയറി പറ്റുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. പതിവ് പോലെ തന്നെ സച്ചി വണ്ടി എടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രേവതിയുടെ കുറച്ച് പൂക്കളൊക്കെ സച്ചിയുടെ വണ്ടിയിൽ കയറ്റി കൊടുക്കുന്നുണ്ട്. കാരണം അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ചേച്ചിമാരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ. രേവതി ഒപ്പം പോകുന്നൊന്നുമില്ല കേട്ടോ. സച്ചി ഒറ്റയ്ക്കാ പോകുന്നത്. വണ്ടി എടുക്കുമ്പോൾ തന്നെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാതെ ആവുന്നൊന്നുമില്ല കേട്ടോ. വണ്ടി എടുത്ത് ആ പൂക്കളൊക്കെ രേവതി പറഞ്ഞതുപോലെ തന്നെ ചേച്ചിമാരുടെ കൈകളിലൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി ഇറങ്ങുന്ന സമയം നോക്കിയിട്ട് നമ്മുടെ ആന്റണി ആണെന്നുണ്ടെങ്കിൽ അവന്റെ 2 പയ്യന്മാരെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം നോക്കി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. വണ്ടി പോകുന്ന സമയത്ത് സച്ചിയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല സ്പീഡിൽ വണ്ടി എടുത്തിട്ട് പോകും. അതോടുകൂടിയിട്ട് ബ്രേക്ക് ഓയിൽ വേഗം തന്നെ ലീക്കായിട്ട് മൊത്തം പോവല്ലോ. പിന്നെ ബ്രേക്ക് കിട്ടാതെ ആവും. അപ്പൊ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് ബ്രേക്ക് കിട്ടാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തിയായിട്ടുള്ള ആക്സിഡന്റ് തന്നെയാണല്ലോ നടക്കുക. എങ്കിൽ മാത്രമാണല്ലോ സച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയും കൂടി നമ്മുടെ ആന്റണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോർമൽ സ്പീഡിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട ആന്റണിയുടെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പതിയെ പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവുമല്ലോ. അങ്ങനെ അവൻ എവിടെയെങ്കിലും വണ്ടി സ്റ്റോപ്പ് ആക്കും. അതുകൊണ്ട് അവനൊന്ന് വെറുപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഗ്ലാസ് താഴ്ത്തുമ്പോ എന്താണ് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഇത്ര മെല്ലെ പോവാനേ അറിയുള്ളൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ ഇങ്ങനെ കളിയാക്കിയിട്ട് അവര് മുമ്പിൽ ബൈക്ക് എടുത്ത് അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവന്മാര് പറഞ്ഞു കേട്ട ആ ദേഷ്യത്തിലാണെന്നുണ്ടെങ്കിൽ ഡാ നിക്കടാ എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ സ്പീഡിൽ വണ്ടിയായിട്ട് പോവാണേ. ആ സ്പീഡിൽ പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇല്ലാണ്ടാവാണേ വണ്ടി. അയ്യോ ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടേ. അവരങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് എതിർദിശയിൽ നിന്ന് വരുന്നത് ഒരു സ്കൂൾ വണ്ടിയാണ്. സ്കൂളിന്റെ വാനാണ്. അയ്യോ സ്കൂൾ വണ്ടിയാണല്ലോ വരുന്നത് എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിക്കുവാണ് ചെയ്യുന്നത് വണ്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അങ്ങനെ ചെന്ന് ഇടിക്കുന്നത് ആ ഇങ്ങനെ ടേണിംഗ് തന്നെയാണ് പോലീസ് ചെക്കിങ് നടന്നുകൊണ്ടിരുന്നത്. നേരെ ചെന്നിട്ട് വണ്ടി ഇടിക്കുന്നത് നമ്മുടെ അരുണിന്റെ ബൈക്കിനകത്താണ്. വണ്ടി കുറച്ച് സ്പീഡിൽ വന്ന് ഇടിച്ചത് കൊണ്ട് തന്നെ അരുണിന്റെ ബൈക്ക് അത്യാവശ്യം നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ആകെ മൊത്തം പൊളിഞ്ഞൊരു അവസ്ഥയിലാവുന്നുണ്ട്. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ഓട്ടോയിലൊന്നും ഇടിക്കാതെ തൽക്കാലം വണ്ടി നിന്നല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ തലങ്ങനെ പുറകിലേക്ക് വെച്ച് നിൽക്കുമ്പോഴേക്കും അരുണിന്റെ ബൈക്കാണല്ലോ ഇടിച്ച് തമർത്തിരിക്കുന്നത്. അരുൺ ആരാണെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അരികിലേക്ക് ചെല്ലുവാണേ. അരുൺ മാത്രമല്ല അവിടെ ഉള്ളത്, ബാക്കി പോലീസുകാരൊക്കെ അവിടെ തന്നെ ഉണ്ട്. ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ. അരുൺ വന്ന് നോക്കുന്ന സമയത്ത് അരുണിന്റെ ഹെൽമെറ്റും അതുപോലെ തൊപ്പിയൊക്കെ താഴെ ഇങ്ങനെ വീണ് കിടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷെ സച്ചി ആണെങ്കിലെങ്കിൽ ഭയങ്കര ദീർഘശ്വാസം ഇങ്ങനെ വിടുവാണ്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസത്തില്. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുന്ന സമയത്താണ് അരുണിനെ കാണുന്നത്. സച്ചി പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണ് ആ ബൈക്കിന്റെ സ്ഥിതി എന്താന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അത് മാത്രമല്ല അരുണിന്റെ ബൈക്കാണെന്നുള്ള കാര്യം അപ്പോഴാണ് സച്ചിക്ക് മനസ്സിലാവുന്നത്. എന്നാൽ അരുണിനോടൊപ്പമുള്ള മറ്റൊരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അരികിലേക്ക് നീ എന്തിനാടാ ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്? അരുണിന്റെ ബൈക്കാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ വന്ന് ഇടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സച്ചിയും അവിടെ പോലീസുകാരുമായിട്ട് എന്തോ പ്രശ്നം നടക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ മഹിമയാണെങ്കിൽ അതുവഴി വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു. വണ്ടി അവിടെ നിർത്തിയിട്ട് മഹിമയാണെങ്കിൽ നേരെ വന്നിട്ട് ഇവർ തമ്മിലുള്ള ആ പ്രശ്നം ഉണ്ടല്ലോ അത് വീഡിയോ എടുക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ സച്ചി തന്റെ കാറിന്റെ ബ്രേക്ക് പോയതാണെന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പായിട്ട് തന്നെ അരുൺ സച്ചിയെ പിടിച്ച് ഒരു തള്ളങ്ങ് തള്ളിയിട്ട് നീ വേണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെയും കൂടി ഇടിച്ചിട്ടേനെ. നിങ്ങളെ പോലെ ചിന്തിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് സച്ചി ഇങ്ങനെ പുറപുറുക്കുന്നുണ്ടേ. എന്താണ് നീ പറഞ്ഞെന്ന് അരുൺ ചോദിക്കുമ്പോ ഒരു വാന് സ്കൂൾ കുട്ടികളെയുമായിട്ട് പോകുന്നത് കണ്ടു. അതിലിടിക്കണ്ടെന്ന് വിചാരിച്ച് വെട്ടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചതാണ്. അപ്പോഴാണ് നിങ്ങളുടെ വണ്ടിയിനകത്ത് വന്ന് ഇടിച്ചത്. ഒരിക്കലും നിങ്ങളുടെ മേലിലൊന്നും അല്ലല്ലോ ഇടിച്ചതെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടേ. ഞാൻ അങ്ങോട്ട് മാറിയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോ മരിച്ചു പോയേനെ. സാറിനല്ലെങ്കിലും ഒന്നൊന്നും സംഭവിക്കില്ല. കാരണം സാറ് മറ്റുള്ളവരെ കൊല്ലാകൊല ചെയ്യാന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ടേ. സാർ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്കുക എന്ന് പറയുന്നുണ്ടേ. നീ പറയുന്നത് എന്തിനാടാ ഞാൻ കേൾക്കുന്നത്? നീ എന്റെ വണ്ടിയിൽ വന്നിട്ടല്ലേടാ ഇടിച്ചത്. ഇനി നീ ഒരിക്കലും കാർ ഓടിക്കില്ല. അല്ലെങ്കിൽ സാറ് എന്നെ എപ്പോഴാ കുരുക്കാൻ വേണ്ടി പറ്റാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? സാർ എന്റെ കാറിൽ ബ്രേക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് വന്ന് ഇടിച്ചത്.
ഓ, നീ പിടിക്കപ്പെടുന്നായപ്പോ കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കാണോടാ? സാറിനെ പോലെ ചിന്തിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്റെ വണ്ടിക്ക് ബ്രേക്ക് കിട്ടിയില്ല സർ, അതുകൊണ്ടാണ്. നിനക്ക് എന്നെയാണ് പിടിക്കാത്തത്, അതുകൊണ്ട് നീ വേണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. സർ, ഞാൻ ഒരിക്കലും സാറിനെ ഇടിക്കണമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്റെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല, അതുകൊണ്ടാണെന്ന് സംഭവിച്ചെന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അരുണാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന സാർ അടുത്ത് പറയുന്നുണ്ട്, സർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തൻ ദാ ഇവനാണ്. ഇപ്പോ എന്നെ തന്നെ ഇടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കി. നീ എന്തിനാടാ ഇവരുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്? ഇവരെ ഇടിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സർ ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഒരിക്കലും ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനോ ഇവരെ ഇടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതല്ല സർ. ഞാൻ വരുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കാതെ ആയി വണ്ടി. ആ കറക്റ്റ് സമയത്താണ് ഒരു വാൻ സ്കൂൾ സ്റ്റുഡൻസുമായിട്ട് പോകുന്നത് കണ്ടത്. അതിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വെട്ടിച്ചതാണ്. അത് അറിയാതെ വന്നിട്ട് സാറിന്റെ ബൈക്കിലാണ് ഇടിച്ചത്. ഇതൊന്നും കേട്ടിട്ട് അരുൺ ഒരിക്കലും അടങ്ങുന്നില്ല കേട്ടോ. അരുൺ പറയുന്നത്, നീ എന്താ ഡ്രാമ കളിക്കാണോ? ഓട്ടോയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ടോ ഇങ്ങോട്ട് തിരിച്ചു. പിന്നെ നീ വലിയ ഹീറോ അല്ലേ? ഇതെല്ലാം നമ്മുടെ മഹിമയാണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നീ കൂടുതൽ സംസാരിക്കണ്ടടാ, വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ സച്ചിയെ. സർ ഞാൻ പറയുന്നൊന്ന് കേക്ക് സർ. സാർ എന്റെ ഷർട്ട് ഒന്ന് വിട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല സർ. ഇനി നീ എന്തായാലും ഒരിക്കലും കാർ ഓടിക്കാൻ വേണ്ടി പോകുന്നില്ല. അവന്റെ വണ്ടി സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ്റെ അടുത്ത് അരുൺ പറയുന്നുണ്ട്. പക്ഷെ സച്ചി ആണെങ്കിൽ സാർ പറയുന്ന ഒന്ന് കേൾക്ക് സാർ, ആ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല എന്ന് പറയണേ. നിന്റെ ബ്രേക്ക് മൊത്തത്തിൽ പോയിരിക്കുകയാണ്, ഇനി നീ എന്തായാലും വണ്ടി തൊടില്ല. സച്ചി ആണെങ്കിൽ ആ എടുക്കാൻ വേണ്ടി പോകുന്ന പോലീസുകാരുടെ അടുത്ത് വീണ്ടും പറയാണ് കേട്ടോ, സാർ ദയവ് ചെയ്ത് സാർ കാർ എടുക്കരുത്, ഇവര് എന്നോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ പറയുന്നതാണ്. ആ കാറിന് ബ്രേക്ക് ഇല്ല സാർ. സാർ സത്യമാണ് പറയുന്നത്, ആ കാറിന് ബ്രേക്ക് ഇല്ല. പക്ഷെ അരുൺ ആണെങ്കിൽ പോലീസുകാരന്റെ അടുത്ത് പറയുന്നത്, ഇവൻ ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, നിങ്ങൾ വണ്ടി എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ആ പോലീസുകാരൻ കാർ എടുക്കാൻ വേണ്ടി പോവാണ്. അരുണിന്റെ ബൈക്ക് മറ്റൊരാളടുത്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കാനും അരുൺ ആണെന്നുണ്ടെങ്കിൽ പോലീസ് ജീപ്പിനകത്ത് സച്ചിയും കയറ്റിക്കൊണ്ട് പോവാണ്. പോകുന്ന സമയത്തൊക്കെ ആ വണ്ടി എടുക്കരുത്, ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയെ പോലീസുകാർ കയറ്റി കൊണ്ടുപോകുന്നത് അടക്കമുള്ള എല്ലാ വീഡിയോയും നമ്മുടെ മഹിമയുടെ കയ്യിലുണ്ട്. മഹിമ ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത് ശ്രീകാന്തിനെയും അതുപോലെ വർഷയും വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ ആണ് കിട്ടിയത്. ഇതെന്തായാലും വലിയൊരു പ്രശ്നമാക്കാം. ആദ്യം ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുവാണേ. പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ ഫോണിലേക്കും ആ വീഡിയോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ശ്രുതിയുടെ ഫോണിലേക്കാണ് കിട്ടുന്നത്. ശ്രുതി ആ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ കടയിലേക്ക് വരുന്നത്. ശ്രുതി കടയിലേക്ക് വരുമ്പോ തന്നെ ശ്രുതി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എപ്പൊ നോക്കി കഴിഞ്ഞാലും കള്ളം മാത്രമേ നീ പറയത്തുള്ളൂ. എന്റെ കുട്ടി നിന്റെ വയറ്റിൽ വളരുണ്ടെന്ന് പറഞ്ഞിട്ട് നീ കള്ളം പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് കയറി പറ്റാൻ വേണ്ടി നോക്കിയവളല്ലേ എന്നൊക്കെ പറയുമ്പോ അതെല്ലാം ശ്രുതിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ശ്രുതിക്ക് അതെന്താ ഇപ്പോഴും മനസ്സിലാവാത്തത്? ഞാൻ പണക്കാരിയല്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ശ്രുതിയുടെ അമ്മ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുമായിരുന്നോ? എനിക്ക് ശ്രുതിയെ കിട്ടുമായിരുന്നോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇനി നിനക്ക് ആ വീട്ടിലേക്ക് കയറി പറ്റാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ അത്രയ്ക്ക് ദേഷ്യത്തിലാണ്. നീ ഒരിക്കലും ശ്രുതി അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്ന കള്ളങ്ങളൊക്കെയാണ് പ്രശ്നം. നിന്റെ വീട്ടിൽ ഒരുത്തനുണ്ടല്ലോ, അവൻ എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാല്ലേ. നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി തന്റെ ശ്രുതിയെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ നിന്റെ ഫോണിൽ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇത് മറ്റാരും അല്ല, വർഷയുടെ അമ്മയാണ് എനിക്ക് അയച്ചു തന്നത്. ഇതൊന്നും നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കും തെറ്റായിട്ട് തോന്നില്ല. ഞാനൊരു ചെറിയ കള്ളം പറയുന്നതാണ് വലിയ തെറ്റായിട്ട് തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വലിയ ആളാവുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും വർഷയുടെ ഫോണിലേക്ക് നമ്മുടെ മഹിമ ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വർഷ അത് കണ്ടിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ കാണുന്ന ചന്ദ്രയാണ്. ഇത് നോക്കി രവിയുടെ ഇങ്ങോട്ട് വാ ഇതെന്താ നോക്ക്, വീഡിയോ ഫോണിൽ നോക്കുന്ന പറഞ്ഞപ്പോ വീഡിയോ ഫോണിൽ ഒരുപാട് ഉണ്ടാവും. അത് നോക്കിക്കൊണ്ടിരിക്കാനൊന്നും എനിക്ക് ചന്ദ്രയെ സമയമില്ല എന്ന് പറയാണ്. ഇത് നിങ്ങളുടെ മകന്റെ വീഡിയോ ആണ്, ഇത് നോക്ക് മനുഷ്യ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പോലീസ് എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് കൊണ്ടുപോയതായിരിക്കും എന്ന് പറയുവാണ് കേട്ടോ. അത് മാത്രമല്ല ഈ വീഡിയോ നിനക്ക് അയച്ചെന്ന് ആരാന്ന് ചോദിക്കുമ്പോൾ മഹിമയാണ്. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണല്ലോ മഹിമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ രവി സംസാരിക്കുന്നത്. അല്ലെങ്കിലും നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ മകനെ വിട്ടുകൊടുത്തിട്ടുള്ളത്? അവൻ എന്ത് വേണമെങ്കിലും കാണിക്കല്ലോ, അല്ലെങ്കിലും അവൻ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ ജയിലിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആണെങ്കിൽ കുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ വണ്ടിയിലകത്ത് കുറച്ച് പൂക്കളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് എത്തിക്കേണ്ട സ്ഥലത്ത് നമ്മുടെ സച്ചി എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൂക്കൾ എവിടെയെന്ന് ചോദിച്ചിട്ട് ചേച്ചിമാരെ വിളിക്കുമ്പോഴാണ് രേവതി നോക്കുന്നത്. എന്തായാലും എവിടെയാ വെച്ചിട്ടുള്ള എന്നുള്ള കാര്യം ഞാൻ സച്ചിയെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സച്ചിയുടെ ഫോൺ ആണെന്നുണ്ടെങ്കിൽ പോലീസുകാരന്റെ അടുത്താണ്. കോൾ വരുമ്പോ തന്നെ നമ്മുടെ രേവതിയാണ് വിളിച്ചതെന്നുള്ള കാര്യം സച്ചി പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട്. ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാതെ അയാൾ തന്നെ ഫോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. എവിടെ വെച്ചിട്ടുള്ള എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സാർ അതെന്റെ വൈഫാണ്, ഞാനൊന്ന് വൈഫിന്റെ അടുത്ത് സംസാരിച്ചിട്ട് സാറിന് ഫോൺ തിരികെ തരാമെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും
നിന്റെ കയ്യിൽ ഫോൺ കൊടുക്കരുത് എന്നുള്ള കാര്യം ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ രേവതി ഇതെല്ലാം സംഭാഷണമൊക്കെ കേൾക്കുന്നുണ്ട്. ആരാണ് ഈ ഫോണിൽ സംസാരിക്കുന്നത് രേവതി ചോദിക്കുമ്പോഴാണ് പോലീസുകാരനാന്നുള്ള കാര്യം അറിയുന്നത്. സർ, എന്റെ സച്ചിയേട്ടന്റെ ഫോൺ എങ്ങനെയാ നിങ്ങളുടെ കയ്യിലെന്ന് ചോദിക്കുമ്പോൾ നിന്റെ സച്ചിയേട്ടൻ എന്താ ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. സർ, അവരെന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാ പോലീസിൽ അവിടെ വെച്ചിരിക്കുന്നത്? ഒന്ന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഫോണൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നിന്റെ ഭർത്താവുണ്ടല്ലോ പോലീസുകാരന്റെ വണ്ടിക്ക് വന്നിട്ടാണ് ഇടിച്ചിരിക്കുന്നത്. സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ ഞാൻ എന്താ ഇത്ര നേരം നിന്റെ അടുത്ത് തമാശ പറയായിരുന്നു എന്ന് രേവതിയുടെ അടുത്ത് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. സർ, ഒരു മിനിറ്റ്, ഒന്ന് ഫോൺ കൊടുക്കോ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഫോണൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നിനക്ക് എന്താണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണേ. അത് കഴിഞ്ഞ് ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വരുമ്പോൾ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പ്രശ്നം എന്ന്. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ, അറിയാതെ വന്ന് ഇടിച്ചതെന്ന് പറയുമ്പോൾ നീയും അരുണും തമ്മിൽ ഓൾറെഡി പ്രശ്നമുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നിനക്ക് അവനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടില്ലേ കാർ എടുത്ത് വന്നിട്ട് അവന്റെ ബൈക്കിൽ ഇടിച്ചത്. സർ, ഞാൻ അത്ര പൊട്ടനൊന്നുമില്ല സർ. പോലീസുകാരുടെ ബൈക്കിൽ ഇടിച്ചിട്ട് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ മണ്ടനാണോ സർ? ഞാൻ അറിയാതെ ചെന്ന് ഇടിച്ചതാണ്. എന്റെ കാറിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല സർ. എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്കൂൾ വണ്ടി വന്നു, അതിൽ തട്ടരുതെന്ന് വിചാരിച്ച് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചതാണ്. ചെന്ന് ഇടിച്ചതിന് ശേഷം കാറിന് ഇറങ്ങിയപ്പോഴാണ് സർ അത് അവരുടെ വണ്ടിയാണെന്നുള്ള കാര്യം ഞാൻ തന്നെ അറിഞ്ഞത്. സർ, എന്താ സാർ ആരും സത്യം മനസ്സിലാക്കാതെന്ന് വെച്ചിട്ട് സച്ചി ഇങ്ങനെ ദയനീയമായിട്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ സച്ചിയുടെ കാറിന് ബ്രേക്ക് ഇല്ലാതെ ഇടിച്ചതാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വം സച്ചിയെ കുരുക്കാൻ വേണ്ടിയിട്ട് അരുൺ ഒരുപാട് പദ്ധതി ഒരുക്കുന്നുണ്ട് കേട്ടോ. ആ ഓടിച്ചുകൊണ്ട് വന്ന ആളുടെ ബ്രേക്ക് കിട്ടാതെ അയാൾ പോയി വണ്ടി മറ്റൊരു സ്ഥലത്ത് ഇടിക്കുകയും അയാളുടെ കൈക്ക് ഫ്രാക്ചർ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അരുണിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടെങ്കിലും അവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അവന്റെ പേരിൽ കേസ് കിടക്കട്ടെ. അത് മാത്രമല്ല അവന്റെ ലൈസൻസും നമ്മുടെ അരുൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി സച്ചിക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. കുറച്ചു നാള് ലൈസൻസ് ഇല്ലാതെ നടക്കട്ടെ, അപ്പോ അവൻ പോലീസിനോട് കളിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോവാന്നുള്ള കാര്യം അവന് മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ മനഃപൂർവ്വം സച്ചിയെ കുരുക്കാൻ വേണ്ടിയിട്ട് ഈ കെണി ഒപ്പിക്കാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാ ഈ കാര്യങ്ങളൊക്കെ കള്ളമാണ്. അരുൺ മനഃപൂർവ്വം സച്ചിയെ കുരുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കെണി ഒപ്പിച്ചതാണെന്നുള്ള സത്യമൊക്കെ നമ്മുടെ രേവതി തെളിയിച്ച് സച്ചിക്ക് പഴയതുപോലെ തന്നെ ലൈസൻസ് എല്ലാം തിരികെ കിട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് രേവതി എത്തിക്കുന്നുണ്ട് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്